നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ എംബസി ക്ഷേമ ഫണ്ട് വിവാദത്തിൽ. സഹായം ലഭിച്ചാൽ പിന്നീട് തിരിച്ചു നൽകേണ്ടി വരുമെന്ന റിപ്പോർട്ടാണ് ഇന്ത്യൻ എംബസി വെൽഫെയർ ഫണ്ടിനെ വിവാദത്തിലാക്കിയത്. സ്വീകർത്താവിന്റെ പാസ്പോർട്ട് നമ്പറിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന സഹായ സംഖ്യ പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾക്ക് പിന്നീട് പാസ്പോർട്ട് ഓഫീസുകളെയോ എംബസികളെയോ സമീപിക്കുമ്പോൾ തിരിച്ചു നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. 6 മാസം മുമ്പാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് വഴിയുള്ള സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയത്. വെൽഫെയർ ഫണ്ട് സ്വീകരിച്ചാൽ അത് തിരിച്ചു നൽകേണ്ടി വരുമെന്ന എംബസിയിലെയും കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം പലരും ഈ സഹായം സ്വീകരിക്കാൻ മടി കാണിക്കുകയാണെന്ന് സാമൂഹിക പ്രവർത്തകർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ജിദ്ദയിലെത്തിയ MK രാഘവൻ MPയോട് ചില സംഘടനകൾ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണെന്നിരിക്കെ അത് സ്വീകരിച്ചവരുടെ പാസ്പോർട്ടുകളിൽ കുടിശ്ശികയായി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് തീർപ്പാക്കുമെന്ന് ജിദ്ദയിലെയും റിയാദിലെയും വാർത്താ സമ്മേളനത്തിൽ MP അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ നിസ്സഹായരായ പ്രവാസികളാണ് ഈ ഫണ്ട് സ്വീകരിക്കുന്നതെന്നതിനാൽ ഇത് തിരിച്ചു ചോദിക്കുന്നത് പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്ന് പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ ആരെങ്കിലും വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ചാൽ പാസ്പോർട്ട് നമ്പറിൽ ചേർക്കുമെങ്കിലും അത് ഭാവിയിൽ തിരിച്ചു നൽകേണ്ടി വരുമെന്ന കാര്യം അറിയില്ലെന്നുമാണ് ഇന്ത്യൻ എംബസി വെൽഫെയർ കൗൺസിലർ അനിൽ നോട്ടിയാൽ പ്രതികരിച്ചത്. ന്യൂസ് ടുഡേ, റിയാദ്. ഇന്ത്യയുടെ 70ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി റിയാദ് ഇന്ത്യൻ അസോസിയേഷൻ അബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ് നടത്തി. ലോകാരോഗ്യ സംഘടനയുടെ മുദ്രാവാക്യമായ രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന ആശയത്തെ മുൻനിർത്തി റിയാദ് കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ നടന്ന രക്തദാന ക്യാമ്പയിനിൽ വനിതകൾ ഉൾപ്പെടെ 126 ആളുകളാണ് രക്തദാനം നിർവഹിച്ചത്. സന്നദ്ധ രക്തദാതാക്കളെ പ്രോത്സാഹിപ്പിക്കാനും രക്തദാനം വഴി നല്ല ആരോഗ്യം സംരക്ഷിക്കുന്നു എന്ന സന്ദേശം എത്തിക്കാനും കൂടാതെ രക്തദാനം വഴി ജീവൻ രക്ഷാ സാധ്യതകളും എടുത്തു കാണിക്കാനും ഈ രക്തദാന ക്യാമ്പിന് സാധിച്ചു. തുടർന്ന് റിയയുടെ പ്രസിഡന്റ് അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ രക്തദാന ക്യാമ്പയിൻ കോർഡിനേറ്റർ ഷെറിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ എംബസിയുടെ സെക്കൻഡ് സെക്രട്ടറി വിജയ് കുമാർ സിംഗ് റിയ ചെയ്തു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുകയും രക്തദാതാക്കളെ അഭിനന്ദിക്കുകയും ചെയ്തു. രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുകയുണ്ടായി. ന്യൂസ് ടുഡേ, റിയാദ്. ഷിഫ മലയാളി സമാജം കായികോത്സവം 2019 ഫുട്ബോൾ മത്സരം മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. 16 ടീമുകൾ മാറ്റുരച്ച 10ാമത് കലോത്സവം റിയാദിലെ ഫുട്ബോൾ പ്രേമികൾ എതിരേറ്റു. പ്രസിഡന്റ് ഇല്യാസ് സാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NRK ചെയർമാൻ അഷ്റഫ് വടക്കേവിള, ജയൻ കൊടുങ്ങല്ലൂർ, ഉബൈദ് എടവണ്ണ, ഷാജി വാലാപ്പൻ, സൗദി പൗരൻ അബ്ദുൽ അസീസ് മുബീറ, അരുൺ പൂവാർ, അയൂബ് കരുപടന്ന, ഉമ്മർ അമാനത്ത് എന്നിവർ ആശംസകൾ നേർന്നു. അശോകൻ ചാത്തന്നൂർ ആമുഖ പ്രസംഗവും സെക്രട്ടറി മധു വർക്കല സ്വാഗതവും പറഞ്ഞു. റിയാദിന്റെ ജീവകാരുണ്യ രംഗത്ത് കാലങ്ങളായിട്ട് ഏറ്റവും ജനകീയമായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഷിഫ മലയാളി സമാജത്തിന്റെ കായികോത്സവ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഒട്ടേറെ കാലങ്ങളായിട്ട് എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്ന് ഏറ്റവും മാതൃകാപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ഷിഫ മലയാളി സമാജം. ഈ കായികോത്സവത്തിലൂടെ ലഭിക്കുന്ന വരുമാനം പോലും അവർ ജീവകാരുണ്യ ഫണ്ടിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഫ മലയാളി സമാജത്തിന്റെ പ്രവർത്തകർക്ക് ചിലതൊക്കെ പറയുവാനുണ്ട്. സംഘടനയും നാളിതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന പൈസയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് വിനിയോഗിക്കാറ്. വളരെ കൃത്യമായും ചിട്ടയായ പ്രവർത്തനം കൊണ്ട് അവർ എല്ലാ കാര്യങ്ങളിലും കായിക സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ കായികമായിട്ടായാലും ഇതിന് ഒരു ഫുട്ബോൾ ലഹരി ഇവിടെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ തണുപ്പത്ത് ഒരു നല്ല ആവേശപൂർവ്വമാണ് ഇവിടെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സംഘാടകരും നല്ല ആവേശത്തോടു കൂടിയാണ്, കൺവീനറും കൂടിയായതുകൊണ്ട് അവർ അഭിമാന മുഹൂർത്താണിത്. വൻജനാവലിക്ക് ആവേശം പകർന്ന മത്സരത്തിൽ സെമി ഫൈനലിൽ വാലപ്പൻ എക്സിം, റെഡ് സ്റ്റാർ EKM, പ്ലേയേഴ്സ് ഷിഫ, ഡ്രീം കേരള എന്നിവർ പ്രവേശിച്ചു. ഫൈനലിൽ റെഡ് സ്റ്റാർ EKM, എക്സ് പ്ലേയേഴ്സ് ഷിഫ മാറ്റുരച്ച മത്സരത്തിൽ
പ്ലേയേഴ്സ് ഷിഫ വിജയികളായി. ക്യാഷ് പ്രൈസ് ഹംസ മക്ക സ്റ്റോർ കൈമാറി. റണ്ണറപ്പ് ട്രോഫി ഷിഫ മലയാളി സമാജം പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്ന് കൈമാറി. ക്യാഷ് പ്രൈസ് രക്ഷാധികാരി ഉമ്മർ അമാനത്ത് കൈമാറി. ടൂർണമെന്റ് ബെസ്റ്റ് പ്ലെയർ മുബഷിർ ഹനീഫയിൽ നിന്ന് ഏറ്റുവാങ്ങി. ന്യൂസ് ടുഡേ, റിയാദ്. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ദിരാ പ്രിയദർശിനി ഭവന നിർമ്മാണ പദ്ധതിയുമായി സഹകരിച്ചു പ്രവർത്തിക്കുവാൻ റിയാദിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും മുന്നോട്ട് വരണമെന്ന് കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP റിയാദിൽ പറഞ്ഞു. റിയാദിലെ ബിസിനസ് പ്രമുഖരുമായും സ്കൂൾ അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും നിർധനരായ കുടുംബങ്ങൾക്കായി 13 വീടുകളാണ് OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 2 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറുകയുണ്ടായി. അവശേഷിക്കുന്ന 11 വീടുകളുടെ നിർമ്മാണത്തിനായി റിയാദിലെ മുഴുവൻ മലയാളി സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും റിയാദിലെ OICC പ്രവർത്തകരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. ഖുറാൻ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമസ്ത ഇസ്ലാമിക് സെന്റർ നടത്തുന്ന ഖുറാൻ രക്ഷയുടെ സൽസരണി എന്ന ഖുറാൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടം ഫെബ്രുവരി 1 ആരംഭിക്കും. പ്രശസ്ത പണ്ഡിതൻ മർഹൂം KV മുഹമ്മദ് മുസ്ലിയാർ രചിച്ച ഫത്തഹു റഹ്മാൻ ഫി തഫ്സീരിൽ ഖുറാൻ എന്ന ഖുറാൻ വ്യാഖ്യാനത്തിലെ സൂറത്തുൽ ബഖറയാണ് ഈ വർഷത്തെ ടെസ്റ്റിനുള്ള ബുക്ക്. ഫെബ്രുവരി 1 മുതൽ 15 വരെയാണ് പുസ്തക വിതരണം. പുസ്തകത്തോടൊപ്പം നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ടിക്കറ്റ് നൽകുന്ന സെൻട്രൽ തലം മാർച്ച് 31 അവസാനിക്കും. മെയ് 3 പ്രൊവിൻസ് തലത്തിലും സെപ്റ്റംബർ 27 നാഷണൽ തലത്തിലും ബുക്ക് ടെസ്റ്റ് നടക്കും. ഓരോ ഘട്ടത്തിലും 75% മാർക്ക് ലഭിച്ചവരാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. ബുക്ക് ടെസ്റ്റ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റ്, ഷീൽഡ്, ഗോൾഡ് മെഡൽ, വിവിധ സമ്മാനങ്ങൾ തുടങ്ങിയവ നൽകും. ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ, സിംബോസിയം, ഫാമിലി സംഗമം, വിദ്യാർത്ഥി മീറ്റ്, ക്വിസ് മത്സരം തുടങ്ങിയവ നടക്കുമെന്ന് നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, അബൂബക്കർ ഫൈസി, അലവിക്കുട്ടി ഒളവട്ടൂർ, അബ്ദുൽ കരീം ബാഖ്വി, അബ്ദുറഹ്മാൻ മൗലവി എന്നിവർ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായി മുസ്ലിം ലീഗ് നേതാവ് ബാഫക്കി തങ്ങളുടെ മകനും മുസ്ലിം ലീഗ് നേതാവായിരുന്ന സെയ്ദ് ഉമ്മർ ബാഫ്കി തങ്ങളുടെ മകൻ ഹാരിസ് ബാഫ്കിയാണ് സമ്മേളനത്തിനെത്തിയത്. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫ്കി തങ്ങളുടെ കൊച്ചുമകനുമാണ് ഈ 56-കാരൻ. ലീഗ് ബന്ധമുള്ള കുടുംബത്തിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആശയപരമായ യോജിപ്പിനാലാണെന്ന് ഹാരിസ് പറയുന്നു. റിയാദിൽ ജോലി ചെയ്യുന്ന ഹാരിസ് തുടക്കം മുതൽ പ്രവാസി സംഘവുമായി സഹകരിക്കുന്നുണ്ട്. ന്യൂസ് ടുഡേ, റിയാദ്. കാളികാവേരിയ പ്രവാസി അസോസിയേഷൻ റിയാദ് ജനറൽ ബോഡിയും സ്പോർട്സ് മീറ്റും സംഘടിപ്പിച്ചു. സുലൈയിലെ ഗാൻ ഇസ്തിറാഹയിൽ ജാബിർ സവാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം കാപ്പ കോർഡിനേറ്റർ ശ്രീ നാസർ കാര ഉദ്ഘാടനം ചെയ്തു. സമീർ മാളിയേക്കൽ പ്രവർത്തന റിപ്പോർട്ടും CP ഷൌക്കത്ത് കണക്ക് അവതരണവും നടത്തി. സംഘടനയുടെ തുടക്കം മുതലുള്ള 9 വർഷത്തെ പ്രവർത്തനങ്ങളിൽ മെമ്പർമാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടാതെ 81 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാളികാവിലും പരിസര പ്രദേശങ്ങളിലുമായി കാപ്പ റിയാദ് ചെയ്തതിന്റെ റിപ്പോർട്ടും ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു. സ്പോർട്സ് കോർഡിനേറ്റർ ഷരീഫ് കാളികാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ അലൂബ് ബ്രദേഴ്സ് ജേതാക്കളായി. 7 സ്റ്റാർ ഓൾഡ് തറവാട് റണ്ണേഴ്സ് കപ്പും നേടി. തുടർന്ന് നടന്ന പ്രസിഡന്റ് സെവൻസ് ആൻഡ് സെക്രട്ടറി സെവൻസ് സൗഹാർദ്ദ മത്സരത്തിൽ പ്രസിഡന്റ് സെവൻസ് ചാമ്പ്യന്മാരായി. ന്യൂസ് ടുഡേ, റിയാദ്. നീതിക്കായി പൊരുതുന്ന ഈ പാവം വിദ്യാർത്ഥി മുഹമ്മദിനൊപ്പം ന്യൂസ് ടുഡേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാഴ്ചയ്ക്കപ്പുറം എന്ന ഈ സെഗ്മെന്റിലൂടെ
മുഹമ്മദിനായി പ്രേക്ഷകരുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മനുഷ്യ സ്നേഹികളെ, കലാ കായിക സാംസ്കാരിക നായകന്മാരെ, നമസ്കാരം. ഞാൻ കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് ആസിം മുൽമണ്ണയാണ്. ഞാൻ എൻ്റെ തുടർ പഠനത്തിനും നാട്ടുകാരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കും വേണ്ടി 1 വർഷത്തോളമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ ഹൈക്കോടതി വിധിയിലൂടെ ഞാൻ വിജയിച്ചതാണ്. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഈ വിജയത്തെ അഭിനന്ദിക്കുന്നതിന് പകരം സർക്കാർ എനിക്കെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ്. അതിനാൽ എനിക്ക് 1 വർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സർക്കാർ ഈ അപ്പീലിൽ നിന്ന് പിന്തിരിയുന്നത് വരെ ജനാധിപത്യ രീതിയിലുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ഒരു തുടക്കമെന്നോളം ഈ വരുന്ന ജനുവരി 28-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു ഭിന്നശേഷി സംഘടന എനിക്കായി ഒരു ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകണം. ഇനിയെങ്കിലും നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം ഒരു കൊച്ചുമകനായി, ഒരു കൊച്ചു അനിയനായി, ഒരു സുഹൃത്തായി എന്നെ കണ്ട് എൻ്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല സോഷ്യൽ മീഡിയ എന്നെ ഏറ്റെടുക്കണം, പ്ലീസ്. മുഹമ്മദ്, ഈ പോരാട്ടത്തിൽ താങ്കൾ തനിച്ചല്ല. പ്രവാസ ലോകം പൂർണ്ണമായും താങ്കളോടൊപ്പമുണ്ട്. ഈ പോരാട്ടത്തിൽ താങ്കൾ വിജയിക്കുക തന്നെ ചെയ്യും.